വഖഫ് ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് നിയമനം മദീന ബീഗം വഖഫ് ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറിയാകും. അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ ഇതൊരു താൽക്കാലിക നിയമനമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. വഖഫ് ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് നിയമനവുമായി ബന്ധപ്പെട്ട് അറിയാനാകുന്നത് എന്താണ്? മദീന ബീഗം വഖഫ് ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറിയാവും. സ്മൃതി, ഈ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് താൽക്കാലികമായിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിംഗ് അത് സ്ഥിരമായ പോസ്റ്റിംഗ് ആണ്. കാരണം വഖഫ് ബോർഡിനകത്ത് ഒരു ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥ വേണം എന്നുള്ളതാണ്. അത് നേരത്തെ നിയമിച്ചപ്പോൾ അത് അണ്ടർ സെക്രട്ടറി ആയിരുന്നു. ജോയിന്റ് സെക്രട്ടറിയെ നിയമിക്കാൻ സാധിച്ചില്ല. ആ അണ്ടർ സെക്രട്ടറിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ഹർജി വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥയെ തന്നെ, മദീന ബീഗത്തെ, ഇപ്പോൾ വഖഫ് ബോർഡിന്റെ ജോയിന്റ് സെക്രട്ടറിയായി നിയമിക്കുന്നത്. ഈ നിയമനത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത, വഖഫ് ബോർഡിന്റെ ചെയർമാൻ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളെയും മരവിപ്പിച്ച സാഹചര്യത്തിൽ, അവർക്ക് മറ്റ് നിയമനപരമായിട്ടുള്ള നയപരമായ ഒരു അധികാരവും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നിയമിക്കപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മദീന ബീഗത്തിനായിരിക്കും വഖഫ് ബോർഡിന്റെ പൂർണ്ണമായിട്ടുള്ള എക്സിക്യൂഷൻ പവർ ഉണ്ടായിരിക്കുക. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇനി വഖഫ് ബോർഡിന്റെ ചെയർമാൻ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെതിരെയാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ചെയർമാൻ ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ നിയമിക്കപ്പെട്ട ഈ ജോയിന്റ് സെക്രട്ടറി ഇനിയിപ്പോൾ വഖഫ് ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ കൂടി വരും. അവരൊരു പക്ഷേ വഖഫ് ബോർഡിന്റെ അംഗമായി തന്നെ മാറിയേക്കാം. കാരണം ആ ജോയിന്റ് സെക്രട്ടറിക്ക് വഖഫ് ബോർഡിന്റെ അംഗമാവാനുള്ള റൈറ്റ് ഉണ്ട്, യോഗ്യതയുണ്ട്. അങ്ങനെ വഖഫ് ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി വഖഫ് ബോർഡിന്റെ അംഗമായിരിക്കും എന്നുള്ളതാണ് പുതിയ ആക്ടിൽ പറയുന്നത്. ഏതായാലും വഖഫ് ബോർഡിന് ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്നു. ആ ജോയിന്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ ചാർജുള്ള ജോയിന്റ് സെക്രട്ടറി ആയിരിക്കും. നിലവിലുള്ള ചെയർമാൻ ഉൾപ്പെടെ ഈ അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതായത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വഖഫ് ബോർഡ് പൂർണ്ണമായും എന്താ പറയുക, അവർക്ക് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത, അല്ലെങ്കിൽ പൂർണ്ണമായും പ്രവർത്തനം മരവിപ്പിച്ച നിലയിലേക്ക് പോകുന്നു. സർക്കാരിൻ്റെ അധീനതയിലേക്ക് വഖഫ് ബോർഡ് മാറുന്നു എന്നുള്ളതാണ് മദീന ബീഗത്തിന്റെ നിയമനത്തിലൂടെ വെളിപ്പെടുന്നത്. ശരി, മദീന ബീഗം വഖഫ് ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറിയാമെന്നുള്ള പുതിയ വിവരമാണ് ഇപ്പോൾ VS രഞ്ജിത്ത് നൽകിയിരിക്കുന്നത്.